നമ്മുടെ PT ഇവിടെ JCB-യില് PT ഇടയ്ക്ക് പറയും JCB ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ഇപ്പൊ കണ്ടു. അടുത്തതാ അറിയില്ല, എന്തായാലും നമസ്കാരം, സുമിയാണ്. കൂടെ അരുണേട്ടനുണ്ട്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു ലിൻഡ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നാട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാന്. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ കുറെ മലയാളി സിസ്റ്റർമാരുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്കല്ലേ അരുണേട്ടന് പോകുന്നത്. അതെ, ഭയങ്കര സ്നേഹമുള്ള കുറെ മലയാളി സിസ്റ്റർമാരുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് അവിടെ. അടിപൊളിയാണ്. അവരെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് ഞങ്ങള്. അപ്പോൾ ഞങ്ങൾ കുറെ നാൾ വിചാരിക്കുന്നു അവരെയും കൂടെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. അവർ നടത്തുന്ന സ്കൂളുണ്ട്, സിസ്റ്റർമാരൊക്കെ നടത്തുന്ന സ്കൂളാണ്. കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും സിസ്റ്റർമാരെയൊക്കെ പരിചയപ്പെടാൻ നേരി നമുക്ക് സിസ്റ്റർമാരെ കാണാൻ വേണ്ടി പോവാം അല്ലേ? അതെ, അതിന്റെ കൂടെ ചെറിയൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കുറച്ച് ചെടി അവിടെ നിന്ന് പറിച്ചോണ്ടിരുന്ന കേട്ടോ. ഞാൻ കുറെ ചെടി ഇഷ്ടംപോലെ ചെടിയുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞാൻ എല്ലാം നോക്കി വെച്ച് പോകുന്നതേ ഉള്ളൂ. ഒന്നും നമ്മുടെ മുറ്റൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല പുതിയ വീട്ടിലേക്ക് എത്തിയിട്ട്. ഇപ്പൊ ഏകദേശം മണ്ണൊക്കെ ഇട്ട് ഏകദേശം ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് അതൊക്കെ കുറച്ച് ചെടികൾ പറിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ വലിച്ചിട്ടാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലേ? അപ്പൊ ഞങ്ങൾ വന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ. നമ്മളിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങളിവിടെ വന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ലിൻഡ എന്നാണ് പേര്. നമ്മുടെ പോണേലയിലെ നമ്മൾ ആദ്യം നിന്ന് വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഹോട്ടലാണ്. അപ്പോൾ ഇഷ്ടംപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയ എന്താ പറയുക, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം ഇഷ്ടം പോലെ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഓരോ ആൽബങ്ങൾ എടുക്കാൻ, വീഡിയോസ് എടുക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വരും. ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ കണ്ടോ കുട്ടികളുടെ ഒരു ആൽബം എടുക്കുന്നുണ്ട്. അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് ലിൻഡ ഹോട്ടലിലെ ജിമ്മാണ് കേട്ടോ. ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് ഇവിടെ. നമ്മള് ഇവിടുന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റർമാരുടെ ഒക്കെ കോൺവെന്റ് എത്തും. അവിടെ എത്തിയിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫുട്ബോളിന്റെ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജീവനാണ്. അപ്പൊ റേറ്റ് ഒക്കെ കണ്ടോ. നിന്ന് കാണാൻ 2000 കോച്ച, VIP കാർക്ക് ഇരുന്ന് കാണാൻ വേണ്ടിട്ട് 4000 കോച്ച. അപ്പൊ ഇതിന്റെ റേറ്റ് കൂടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ചാമ്പ്യൻ സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ കണ്ടോ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അടിപൊളി സ്റ്റേഡിയം, അടിപൊളി കളിക്കാരുമാണ്. നല്ല സ്ഥലം, നല്ല സ്റ്റേഡിയം. അപ്പൊ ഞാൻ ഈ സ്റ്റേഡിയത്തിന്റെ അവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റേഡിയം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആൾക്കാർ കളിക്കുന്നൊക്കെ ഉണ്ട്, കുറെ പേര് കാണുന്നൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ചേട്ടൻ, ഇവിടെ ഒരു വെള്ള ടീഷർട്ട് ഇട്ട് ചേട്ടൻ കണ്ട. ചേട്ടനോട് ചോദിച്ചു എന്നിട്ട് കയറിക്കോട്ടിരുന്നു. പോര് പറഞ്ഞു. ഹായ്. ഓക്കെ. Yeah, this is football. Yeah, I like it. Yes. Football. Thank you. Yeah. അപ്പൊ നമ്മള് സ്കൂളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ. സെന്റ് ചാവറ ഗേൾസ് സെക്കൻഡറി സ്കൂൾ പൊണേല. അതെ അതെ, ഇവിടെ ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറെ കാര്യം. അടിപൊളി സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ്. ഇതൊക്കെ ഈ സ്കൂളുകളൊക്കെ നമുക്ക് മാതൃകയാണ്. ഇവിടുത്തെ സ്കൂളൊക്കെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഭയങ്കര വെയിലാണ്. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് താത്തിട്ടിരിക്കുന്നേ. സ്കൂള് ഭയങ്കര വെയിലുണ്ട്. എത്രത്തോളം കാണാൻ ക്ലിയർ ഉണ്ട്.
മിഷൻ അതെ എല്ലായിടത്തും ഞാൻ ചെടീൻ്റെ കാര്യം പറഞ്ഞില്ല, ഇവിടെയൊക്കെ ഫുള്ള് ചെടികളാണ്, ഇഷ്ടംപോലെ ചെടിയുണ്ട്. ഒക്കെ സിസ്റ്റർമാരുണ്ടായിക്കൊണ്ട് ഒരു റോസയാണ്. നമ്മൾ നിർമ്മിക്കാൻ പോണ സ്കൂളിന്റെ സൈസ് ഏകദേശം അതെ, നമ്മള് മലാവിലേറിയ സ്കൂളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതൊക്കെ ഏകദേശം ഈ സൈസിനുള്ളതായിരിക്കും. നമ്മുടെ PT ഇവിടെ JCB-യില് PT ഇടയ്ക്ക് പറയും JCB ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ഇപ്പൊ കണ്ടു ഇവിടെ JCB കൊണ്ട് മണ്ണെ കളിക്കി മറിച്ചിടാണല്ലോ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാളെ കാണിച്ചു കേട്ടോ, നമ്മുടെ PT ഒരു JCB ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല, തള്ളാന്ന് കരുതി. പക്ഷെ നോക്കി അപ്പൊ നമ്മള് PT-നെയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് സിസ്റ്റർമാരുടെ അടുത്തേക്ക് പോവാട്ടെ. തേടിയ വള്ളി കാലിച്ചുറ്റി നിറഞ്ഞ പോലെയാണ് PT-നെ ഒന്ന് ഇവിടുന്ന് കണ്ടത്. ഞങ്ങൾ PT-നെ കുറെ വട്ടം ഫോം വിളിച്ചിരുന്നു കേട്ടോ, വില്ലേജത്തെ കാര്യം അറിയാൻ വേണ്ടി. അപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിനി സിസ്റ്റർമാരെ എടുത്തിട്ട് കാണാം. അപ്പൊ നമ്മൾ അവരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റർമാരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടിയുണ്ട്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ ചെടിയുണ്ട്. ഒക്കെ വെറൈറ്റി ചെടികളാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റർമാർ. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ സ്കൂളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാനാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിസ്റ്റർമാരായിട്ട് പരിചയപ്പെടാം. ഞങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടാണ് ഇവർ. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് എവിടുന്ന് വന്നു, എന്താണ് പേര്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര് മരിയറ്റ്, വീട് ഇടുക്കി. ഞാനിവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ഷാലോ, വീട് കോഴിക്കോട് കോടഞ്ചേരി. ഇനി കുറച്ചുകൂടെ പറയുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ സ്കൂളിൽ മലാവിയിൽ ഇവിടെ ഞങ്ങളൊരു പുതിയ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഗേൾസിന് വേണ്ടിയിട്ട്, സെയിൻറ്റ് ചാവറ ഗേൾസ് സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ ഫോം 3 വരെയായി, 300 കുട്ടികൾക്കുള്ളതായി. ഇനി അടുത്ത വർഷം ഞങ്ങൾക്ക് ഫോം 4 ആകും. ഞങ്ങളുടെ ഒരു ബാച്ചിലെ കുട്ടികൾ നാഷണൽ എക്സാം JC എക്സാം എഴുതി 100% റിസൾട്ട് കിട്ടി. അടുത്ത ബാച്ച് 94 സ്റ്റുഡൻസ് എഴുതാനായിട്ട് റെഡി ആവുന്നു. അടുത്ത വർഷം ഞങ്ങളുടെ സ്കൂളിൽ ഫുള്ളാകും 400 സ്റ്റുഡൻസ്. ഞങ്ങളുടെ ടാർഗറ്റ് 400 സ്റ്റുഡൻസ് ആണ്. കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കിയൊക്കെ നന്നായി പോകുന്നു. Yeah, Sister Miriam from Mid Malawi. A sister, CMC sister, staying here in Ponela. Okay. I'm doing my apostolate in church and school, primary school, and also I'm teaching catechism, and also I'm studying. Okay. Thank you. എൻ്റെ പേര് സിസ്റ്റർ നിമ്മി തെരേസ്, വീട് കോഴിക്കോട് കൂമ്പാറ. നിങ്ങളുടെയൊക്കെ സ്ഥലത്തിനടുത്തായിട്ട് വരും. മലപ്പുറം കോഴിക്കോടും അടുത്തടുത്താണല്ലോ. പിന്നെ ഇവിടെ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഞാൻ സിസ്റ്റർ റോസ്മേരി. എൻ്റെ വീട് കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി. ഇവിടെ സ്കൂളിൽ അക്കൗണ്ടൻറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മലാവി വന്നിട്ട് ഇപ്പോൾ 17 വർഷമായി. മലാവി വളരെ നല്ലൊരു രാജ്യമാണ്. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളവരെ. ഇവിടെ പ്രവർത്തിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ ഹോസ്റ്റലാണ്. എല്ലാവരും വെക്കേഷന് പോയതാട്ടോ, എക്സാം കഴിഞ്ഞിട്ട്. കറണ്ടുണ്ട്, പിന്നെ ഇതുണ്ട്, സോളാറും ഉണ്ട്. അന്നേരം കറണ്ടിൻ്റെത് പെട്ടെന്ന് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബഹളം വെക്കും. എന്തെങ്കിലും ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സോളാർ ഇതിങ്ങനെ ഇഷ്ടം തന്നെ. അതിനകത്ത് എത്ര പേര്, 100 പേരില്ല, 90 പേരാണ്. വൈഫ്ലൈക്കാരുടെ
സ്പോൺസർ ചെയ്യണം. മേടിച്ചതാ. സ്പോൺസർക്കൊന്നും ഇല്ലായിരുന്നു. ഷൂട്ടിങ്ങിലാ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണ് കേട്ടോ. അവരുടെ ബുക്കുകളൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫുകളുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് താമസിക്കാനുള്ള വലിയ സൗകര്യത്തിലുള്ള ഹോസ്റ്റൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സൈഡിലെ സ്വിച്ച് അപ്പുറം അവിടെ 400 പിള്ളേർക്കുള്ള ഭക്ഷണം ഉണ്ടാകണ്ടേ? 10 വർഷം ആകുമ്പോഴത്തേന് 400 പിള്ളേർ. ഇപ്പം എല്ലാവരും പോയതുകൊണ്ട് എല്ലാം കഴുകിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടും. അപ്പോൾ ഇതാണ് ഈ സ്കൂളിൻ്റെ കിച്ചൺ കേട്ടോ. ഇത് ഇലക്ട്രിക്കലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രമാണ്. അത് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കലായിട്ടുള്ള ഒരു അടുപ്പാണ് സംഭവം. ഈ സീമ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ റൈസ് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള പാത്രമാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും വെക്കേഷന് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പം കിച്ചൺ എന്ന് പറയുന്നത് ഒരു 400 കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ അടുപ്പുകളൊക്കെ കാണിച്ചു തരുമായിരുന്നു. ഇത് പുകയില്ലാത്ത അടുപ്പാണ്. അതായത് ഇങ്ങനെ പാത്രം മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചിമ്മിനിൻ്റെ പുക പുറത്തേക്ക് പോകാനുള്ള. ഇപ്പോൾ സിസ്റ്റർ തുറന്ന് കാണിക്കുന്നത് ഒരു വലിയൊരു ഹോളിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. കുട്ടികൾ ഉച്ചയാകുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ക്യൂ നിൽക്കും. അപ്പം ഈ ഒരു ഓപ്പണിങ്ങിൽ കൂടെ കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ 3 ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അത്രയും വിശാലമായിട്ടുള്ളൊരു ഹാളിലാണ് അവർ അസംബ്ലിയും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. അപ്പം ഇത് സ്കൂളിൻ്റെ ഒരു പുറകുവശമാണ്. അപ്പോൾ നമ്മളിതെല്ലാം നോക്കി നടന്ന് കാണുവാണ് കേട്ടോ. അപ്പോൾ സ്കൂള് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്കൂളിലെത്തി. ഇവിടെ പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് പുസ്തകം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ആർക്കും ഇല്ല പുസ്തകം. ഇത് നമ്മൾ കുറേ പ്രൊജക്റ്റ് വഴിക്ക് മേടിച്ചു. കൂടാണ്ട് ഇപ്പം നമുക്ക് സയൻസ് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സയൻസിൻ്റെ പുസ്തകങ്ങൾ 6 കണ്ടത് കിട്ടി. അപ്പം അത് കിട്ടിയതോട് കൂടിയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് ബുക്സ് കൊടുത്തു. അപ്പോൾ ഹോളിഡേയ്സിന് പോകുമ്പോൾ അവിടെ പേര് എഴുതി എടുത്ത് വെക്കും. സെയിം റിട്ടേൺ ചെയ്യണം. 3rd ടൈമിൽ പോകുമ്പോൾ കേടായ റീപ്ലേസ് ചെയ്യണം. നമുക്ക് ഈ പുസ്തകം അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ അവിടെ ഇങ്ങോട്ട് വന്നതിന് ഭയങ്കര ഡിമാൻഡ് അല്ലാതെ അവർക്കെല്ലാം ഇഷ്ടം പോലെയുള്ള ബുക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ ഷെൽഫ് വാങ്ങിച്ചു അല്ലാതെ മറ്റ് ലൈബ്രറി ബുക്സുകളല്ല നമുക്ക് ഉള്ളത്. സ്കൂളിലെ പഠിക്കുന്ന പുസ്തകങ്ങൾ തന്നെ. ടെക്സ്റ്റ് ഷോപ്പ് മാത്രമായിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ സ്റ്റോറെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിഫോംസ് അല്ല ഇവിടെയല്ലേ കൊടുക്കുന്നത്. ഇങ്ങനെ അടുത്ത വരാൻ വേണ്ടി നോക്കും. യൂണിഫോം അടുത്ത വർഷത്തേക്കുള്ളത് പ്ലാനായി കഴിഞ്ഞു. സ്വെറ്ററുകൾ നമുക്ക് ഇവിടെ തുടങ്ങി ഉണ്ടാക്കും. സ്വെറ്റർ ഞങ്ങളൊരു നിറ്റിംഗ് മെഷീൻ്റെ പ്രൊജക്റ്റിൽ കിട്ടി. അപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കുറച്ച് നാല് സ്ത്രീകളെ. അപ്പോൾ അവർ നമ്മുടെ ഇവിടെ ഉണ്ട്. കെട്ടിടം കാണിച്ചു തരാം. മെഷീനൊക്കെ ഉണ്ട്. ഈ ക്ലോത്ത് ഒക്കെ ഇമ്പോർട്ട് ചെയ്യും. മറ്റേ നമ്മൾ 3 വർഷമായിട്ട് റൺസാനി ഞങ്ങളുടെ മടത്തിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു സ്വെറ്റർ ഉണ്ടാക്കിയിട്ട്.
അവിടുത്തെ സോഷ്യൽ വർക്ക് വഴിയായിട്ട് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്നു. പിന്നെ ഇപ്പം നമ്മൾ ട്രാക്ക് സൂട്ടൊക്കെ അവിടെ കൊണ്ടുവരും. ഞങ്ങളുടെ ട്രാക്ക് സൂട്ട് കാണിച്ചത് 4 കളറാണ് ഞങ്ങൾക്ക് ട്രാക്ക് സൂട്ട്. മലാവിയിലെ പുതിയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് റെഡ്, ബ്ലൂ, ഗ്രീൻ ഞങ്ങളുടെ പേരൊക്കെ വെച്ച് ഇത് താൻസാനിയിൽ ഞങ്ങൾ വരുത്തുന്ന. ഇവിടെ ചെയ്യുന്നുണ്ടോ? ഇതില്ലല്ലോ, അടിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഇത് കൊണ്ടുവരുക. അപ്പോൾ അടുത്ത ആഴ്ച വരും എനിക്ക്, അടുത്ത വർഷത്തേക്കാണ്. നീ സ്കൂളിൽ മാത്രമേ ഉള്ളൂ? ഇപ്പം അല്ല, ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ പരിപാടിയാണ്. ഇവിടെ ഉണ്ടെങ്കിലും മറ്റു സ്കൂളുകളിലൊക്കെ ആയിട്ടില്ല. ഞാൻ ഇത് യൂണിവേഴ്സിറ്റി കഴിയുമ്പോൾ മലാവിയിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഇപ്പോൾ 2-3 സ്കൂളുകൾ തുടങ്ങി. നമ്മളുടെ നാട്ടിലെ ഒരു സ്റ്റൈലിൽ നമ്മൾ തുടങ്ങിയതാണ്. പേരൊക്കെ എഴുതി ഇത് ഫ്രൈഡേ അവിടെ ഒരു സ്പോർട്സ് ഡ്രസ് പോലെ. അപ്പോൾ നമുക്കിനി ക്ലാസ് മുറീൻ്റെ ഉൾവശം ഒന്ന് കാണാം കേട്ടോ. ഇവിടെ ഫോം 1, ഫോം 2, ഫോം 3, ഫോം 4 ആണുള്ളത്. നമുക്ക് ക്ലാസ് മുറീൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് മുറിയുടെ ഉൾവശം കേട്ടോ. ഇപ്പോൾ 50ഓളം കുട്ടികൾക്ക് ഇരിക്കാനുള്ള ടേബിളും ചെയറും ഉണ്ട്. ഓരോ കുട്ടിക്കും ഓരോ ടേബിൾ ചെയർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ 2 ക്ലാസ്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കാൻ നേരത്ത് 100ലധികം കുട്ടികൾക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ബിൽഡിങ്ങിൽ ഓഫീസ് റൂം, ക്ലാസ് റൂം, അതുപോലെ ലാബുകൾ എല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട ലാബ് എന്ന് പറയുന്നത് കെമിസ്ട്രി ലാബാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിൻ്റെ ലാബാണ്. അതുപോലെ ബയോളജി ലാബ് ഉണ്ട്, IT-യുടെ ലാബും എല്ലാം ഉണ്ട്. അപ്പം ഈ ബയോളജി ലാബിൻ്റെ ഉള്ളിലാണ് IT-യുടെ ലാബ് കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് മറ്റേ ഇങ്ങനെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഉടുപ്പൊക്കെ ഉണ്ടാക്കൂലേ ഒരു, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ എന്തെങ്കിലും സൂചി ഇതുണ്ട്. ഇതവരെന്തോ ഇതിന്റെ നമ്പറുണ്ട്. ആ നമ്പർ അനുസരിച്ച് അവർ മുന്നോട്ടും താഴെ കയറ്റുകയൊക്കെ ഒക്കെ ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ട് 2 എണ്ണം ഉണ്ടാക്കാന്ന് അവര് പറഞ്ഞ്. 2 എണ്ണം ഉണ്ടാക്കും. സ്മാർട്ടായി കഴിഞ്ഞാൽ അതിലും ഉണ്ടാവും. ആണോ? ഇത് കൈകൊണ്ട് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയാണ് തുണി വാങ്ങിക്കൊണ്ടത് അടിച്ചിരിക്കുന്നത്. തുണി അടിക്കുന്നത് ഇതിങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് ഇത് തന്നെ കിട്ടും. പക്ഷെ അത് മെഷീനിൽ ചെയ്യുന്നു. ഇതിന് പകരം കൈവർക്കിന് പകരം മെഷീനിൽ നൂലിട്ട് വെച്ച് ചെയ്യുന്നു. ശരിക്കും കൈകൊണ്ട് ഒരു മെഷീൻ മുഴുവൻ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ലൈൻ ഇങ്ങനെ നമുക്കിത് ചെയ്യാൻ അറിയില്ല. നൂല് കയറ്റി കഴിയുമ്പോൾ ഇതിന് കുറെ പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ നമ്പർ അനുസരിച്ച് ഇപ്പോൾ കൈ വരുമ്പോൾ കുറച്ച് വേണമല്ലോ. അവർക്കറിയാം ഏതാ കയറ്റി വയ്ക്കേണ്ടതായിട്ട് വയ്ക്കേണ്ടത്. ആ പേരെഴുതുന്നതാണെങ്കിൽ അവർ കൃത്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തുന്നി അടിച്ചിട്ട് ഡ്രസ് ഇടണം പുറത്തേക്ക് വരിക. അല്ല, ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഇവർക്കിവിടെ കൈവർക്ക് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു പീസായിട്ട് വരുമോ? എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് അതിനെ യോജിപ്പിക്കുക. ഇത് വന്നു കഴിയുമ്പോൾ അത് കൃത്യം അളവനുസരിച്ച് വരുമ്പോൾ വെള്ളം കയറ്റണം. കുറച്ച് ടഫാണല്ലേ? ഇത്തിരി ടഫാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ 1-2 പേരൊക്കെ നല്ല സ്മാർട്ടായി കഴിഞ്ഞു. 4 പേരേ ഉള്ളൂ. 4 പേരേ ഉള്ളൂ. അവർ ആക്കുന്നതാണ് പലരും തിരിച്ചു കൊടുത്തോണ്ടിരിക്കും. അല്ലെങ്കിൽ പിള്ളേർ തിരിച്ചു തരും നമുക്ക്. ഒരു പൈസ തരുന്നല്ലേ.
അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് സിസ്റ്റർമാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗാർഡനാട്ടോ. ഇഷ്ടം പോലെ ചെടികളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോന്നായിട്ടില്ലെങ്കിലും ഞാൻ സ്പീഡിലെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ആദ്യം തന്നെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രൂട്ടിൻ്റെ ഗാർഡനാട്ടോ. അതായത് ഒരുപാട് പഴവർഗ്ഗങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് നമ്മുടെ ഫുഡിലൊക്കെ ഇടില്ലേ? അത് തിരിച്ചിങ്ങോട്ട് വരുമ്പോ ആത്തച്ചക്ക. തെങ്ങാണോ? അയ്യോ തെങ്ങ്. അപ്പം നമ്മൾ മലാവിയിൽ തെങ്ങില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ തെങ്ങുണ്ടോ ചെയ്യുന്നു. ഇത് ലീച്ചിൻ്റെ മരട്ടോ. ലീച്ചുണ്ട്, പേരയുണ്ട്, നാരകമുണ്ട്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. മൾബറി ഉണ്ടോ? എന്ത് വലിയ മൾബറി അല്ലേ? മൾബറി ഉണ്ട്, റോസ്മേരി. വെറൈറ്റി മുളക് ഉണ്ടമുളക് പോലെ സാധനല്ലേ? ഇത് ഭയങ്കര വേണോ ഇതിന്? നിങ്ങൾ അടുത്ത് വന്നിട്ട് വീട് ചെല്ലുമ്പോൾ കഴിപ്പിക്കാന്നോ? സീതപ്പഴം എന്തോ നമുക്ക് ഭാഗ്യമുണ്ട്. പഴുത്തതാ? പഴുത്തൊന്നും അറിയില്ല. എന്തായാലും പഴുത്തു കേട്ടാ. കറുത്ത ഞാൻ വയലറ്റ് മുളക് കണ്ടിട്ടുള്ളൂ. ഇത് വയലറ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ കുറച്ച് ഡാർക്ക് ആയിപ്പോയതാണ് അല്ലേ? പ്ലാവ് ഇവിടെ നമ്മുടെ മലാവിൽ അധികം പ്ലാവില്ലല്ലോ. കുറവാ. നാട്ടിലെ പോലെ ഇല്ല. ഇതാണ് ഞാൻ അംഫല്ലെന്ന് പറയും ഇതിനെ. ഇത് നമ്മുടെ നാട്ടിലില്ല. നോർത്തിലാണ് ഇതിന്റെ പരിപാടി കൂടുതൽ. ഒരുപാട് സാധനം കിട്ടിയിട്ട് ഇവിടുന്ന്. സീതാഫൽ, താറാവ്, മുയല്. എന്നതാ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് വൈറ്റ്. അങ്ങനെ നമ്മൾ സ്കൂളും ലാബും ഓഫീസ് റൂമും സ്കൂളിൻ്റെ പരിസരവും ഒക്കെ കണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കിട്ടുന്ന കുറച്ച് തോട്ടമൊക്കെ കണ്ടു. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ചെടികളാണ് കേട്ടോ. ഇവിടുത്തെ ഇഷ്ടംപോലെ വെറൈറ്റി റോസാപ്പൂക്കളുണ്ട്. റോസാപ്പൂക്കൾ മാത്രമല്ല, വേറെയും ഒരുപാട് ജമന്തി അങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട്. ഇവിടെ വരുമ്പോൾ കൃഷി, പൂക്കള് അടിപൊളിയാ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മെയ്സിൻ്റെ കൃഷിത്തോട്ടമാണ് കേട്ടോ. ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെയ്സ് കൃഷി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം മഴ വളരെ കുറവായതുകൊണ്ട് കുറേയൊക്കെ മെയ്സ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല മനോഹരമായിട്ടുള്ള മെയ്സിൻ്റെ കൃഷിത്തോട്ടമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ LKG UKG ലെവലില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിന് ചേർന്ന് തന്നെ നഴ്സറി ഉണ്ട് കേട്ടോ, കുഞ്ഞു പിള്ളേർക്ക് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ നഴ്സറീൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എല്ലാ ചുമരുകളിലും ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാർട്ടൂൺ ചിത്രങ്ങളും അങ്ങനെ നമ്മുടെ ABCD തുടങ്ങുന്നത് 1 to 10 വരെയുള്ള അങ്ങ് ഓരോ കാര്യങ്ങളും വെച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുണ്ട് ട്രെയിനൊക്കെയാണ് ക്ലാസ് മുറീൻ്റെ ഉള്ളിൽ വരച്ച് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ക്ലാസ് മുറി.
അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചെടിയുടെ കമ്പൊക്കെ വാങ്ങിയിട്ടോ. ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞതെന്നല്ല, ഞാൻ കുറച്ച് ചെടി ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് എന്ന്. അപ്പോൾ കുറേ റോസേൻ്റെ കമ്പും മറ്റു ചെടികളുടെ കമ്പും ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക്. അപ്പോൾ ഇതാണ് സിസ്റ്റർമാരെല്ലാവരും കൂടെ താമസിക്കുന്ന വീട് കേട്ടോ. അവരെല്ലാവരും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. താമസിക്കുക മാത്രമല്ല, ഈ വീട്ടിലെ ഒരു റൂമിലാണ് അവരുടെ ആരാധനാലയം ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു വീടും കുഞ്ഞു ആരാധനാലയം ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ സ്കൂളൊക്കെ കണ്ടു കേട്ടോ. ഈ സ്കൂളും ഈ പരിസരമൊക്കെ കണ്ടു. ഒരുപാട് അഭിമാനം തോന്നി എനിക്ക് ഇവിടെ വന്നപ്പോൾ, ശരിക്കും പറഞ്ഞാൽ കേട്ടോ. നല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉള്ള എന്താ പറയുക, ഒരു ഹൈടെക് സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനം. ഈ കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി എനിക്കാൾ കേട്ടോ. സ്കൂളും ക്ലാസ് റൂമുകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ലാബും അതുപോലെ തന്നെ കുട്ടികൾ കടക്കാനുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾ കടക്കാനുള്ള സംവിധാനം, കുക്ക് ചെയ്യാനുള്ള സംവിധാനം. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളി സിസ്റ്റർമാർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അതിലേറെ അഭിമാനമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനും ഉണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളെ എപ്പോഴും ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. മലാവിയിലാണെങ്കിലും മലാവിയിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മുടെ സിസ്റ്റർമാരെയൊക്കെ വന്ന് കാണാം. ഇവിടെ ഈ സ്കൂളും ഇവിടുത്തെ പരിസരവും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റും. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള സിസ്റ്റർമാരാട്ടോ. ഇത് വെറുതെ പറയല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷവും ഹാപ്പിനെസ് ഒക്കെ ഇവിടെ വന്ന് പോകുമ്പോൾ കിട്ടും. ഒരുപാട് സാധനങ്ങൾ, പച്ചക്കറിയും ചെടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിവിടെ വരും. അപ്പോൾ എന്താ പറയുക, ബാക്കി ഈ സ്കൂളിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ ഉണ്ടാക്കുന്ന കാര്യം പറയാറില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറിയിൽ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് എത്തി. അത് ഈ കുട്ടികളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണാൻ ചോദിച്ചു. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്കൂളുകൾ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളി അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്ത കുറേ ആളുകളും ഉണ്ടാവും. അപ്പം നിങ്ങൾ മലാവിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വരാം. ഇവിടെയൊക്കെ വന്ന് കണ്ടു പോകാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ വരുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.